ഇന്ന് നമ്മൾ ഇരിങ്ങോൾ കാവിനെ കുറിച്ചാണ്, ഇരിങ്ങൽ കാവിലേക്കാണ് നമുക്ക് യാത്ര ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായ നിഗൂഢമായ വനങ്ങളാൽ സമൃദ്ധമായ ഭൂപ്രകൃതിയുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് ഇരിങ്ങോൾ കാവ്. അതായത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ താലൂക്കിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ഇരിങ്ങോൾ കാവ്. ഏകദേശം ഒരു 50 ഏക്കറിലധികം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന നിഗൂഢമായ വനനിബിഡമായ ഒരു പ്രദേശമാണ് ഈ ഇരിങ്ങോൾ കാവ്. അപ്പോൾ എന്തായാലും അവിടെ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കേണ്ടതാണ്. ഞങ്ങളിപ്പോൾ ഇന്ന് ലേറ്റായി വന്നപ്പോൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് വന്നെങ്കിൽ ട്രാഫിക് ജാമിൽ പെട്ട അല്പം ലേറ്റായി. ഇപ്പം ചെറിയൊരു സന്ധ്യ ആയിട്ടുണ്ട്, അതുകൊണ്ട് ലൈറ്റിൻ്റെ ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് ഈ കാര്യങ്ങളെന്നൊക്കെ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര എഫക്റ്റ് ചെയ്യില്ലെങ്കിലും ഫിസിക്കലായിട്ട് ഇവിടെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒരു ഇത് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും അധികം നീട്ടുന്നില്ല, നമുക്ക് ഈ കാഴ്ചകളിൽ കൂടി പോവാം. ഓക്കെ. ഇരിങ്ങോൾ കാവ് നമ്മളെ വരവേൽക്കുന്നത് കാടിൻ്റെ വശ്യതയിലേക്കാണ്. വൻമരങ്ങളാൽ ചുറ്റപ്പെട്ട വഴികളിലൂടെ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര വല്ലാത്തൊരനുഭവം തന്നെയാണ്. മരങ്ങൾക്കിടയിലൂടെ വരുന്ന പച്ചപ്രകാശത്തിൽ പക്ഷികളുടെ സംഗീതം ആസ്വദിച്ച് ജൈവ വൈവിധ്യവും ചരിത്രവും ഐതിഹ്യവും തൊട്ടറിഞ്ഞാണ് ഈ യാത്ര. ഐതിഹ്യങ്ങളുടെ പെരുമഴകളാണ് ഇരിങ്ങോൾ കാവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. തൊട്ടടുത്ത ജൈനമത ക്ഷേത്രമായ പെരുമ്പാവൂർ കല്ലിൽ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ഈ ചരിത്രങ്ങളിൽ ഒന്ന്. ചേട്ടത്തിയും അനുജത്തിയുമായിരുന്ന ഇവർ അമ്മാനമാടി കളിച്ചുകൊണ്ട് വരുമ്പോൾ ശക്തമായി മഴ പെയ്യുകയും ഒരാൾ ഒരു കല്ലെടുത്ത് ചൂടി എന്നും മറ്റേയാൾ ഒരു മരക്കൊമ്പ് ഒടിച്ച് ചൂടി എന്നും, കല്ല് ചൂടി നിന്ന ഭാഗം മുഴുവൻ കല്ലുകൾ നിറഞ്ഞെന്നും മരക്കൊമ്പ് ചൂടി നിന്ന ഭാഗം മുഴുവൻ മരങ്ങൾ നിറഞ്ഞെന്നുമാണ് ഐതിഹ്യം. മറ്റൊന്ന് ദ്വാപരയുഗത്തിലെ കംസനുമായി ബന്ധപ്പെട്ടതാണ്. സ്വന്തം സഹോദരിയായ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാൽ താൻ വധിക്കപ്പെടുമെന്ന് ദർശനം ലഭിക്കയാൽ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗ്രഹത്തിലടയ്ക്കുകയും എന്നാൽ ജനിച്ച കുട്ടി പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും അതിനെ വധിക്കാൻ ശ്രമിക്കുകയും ആ ശ്രമത്തിനിടയിൽ കുഞ്ഞു വഴുതി ആകാശത്തേക്ക് ഉയർന്ന് ഒരു ദിവ്യ ജ്യോതിസായി തീരുകയും ആ ജ്യോതിസ് ആദ്യം പതിച്ച സ്ഥലത്ത് ദേവി ഉപവിഷ്ടയായി എന്നും അങ്ങനെ അവിടെ ഇരുന്നോൾ എന്ന നാമം കാലാന്തരേണ ഇരിങ്ങോൾ എന്നായെന്നും മറ്റൊരു കഥ. കേരളത്തിലെ ഒരു നാടുവാഴിയും ഇരിങ്ങോൾ കാവിൻ്റെ അവസാന ഊരാൺമ അവകാശിയുമായിരുന്നു നാഗഞ്ചേരി മനയിലെ വാസുദേവൻ നമ്പൂതിരി. ഇരിങ്ങോൾ കാവിന് സമീപമാണ് ദേവസ്വം ബോർഡിന് വിട്ടുകിട്ടിയ നാഗഞ്ചേരി മന സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രശസ്തമായ നമ്പൂതിരി ഇല്ലങ്ങളിൽ ഒന്നായിരുന്നു നാഗഞ്ചേരി മന. 18 ദേശങ്ങളുടെ അധികാരവും 9 ക്ഷേത്രങ്ങളുടെ ഊരാൺമയും ഉണ്ടായിരുന്ന മന കൂടിയായിരുന്നു ഈ നാഗഞ്ചേരി മന. നാഗഞ്ചേരി മനയുടെ കീഴിൽ ഉണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒരു കാവായിരുന്നു ഇരിങ്ങോൾ കാവ്.
ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം 1963 സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി 1980 പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഈ കാവ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കാവ്. നഗരമധ്യത്തിൽ നാഗരികതയെ വെല്ലുവിളിച്ചുകൊണ്ട് അല്പം മാറി പ്രകൃതി നൽകിയ വരദാനമായി നിലകൊള്ളുന്ന ഒരു അത്യപൂർവ കാനനവും അതിന് നടുവിലായി നിലകൊള്ളുന്ന ഒരു പുരാതന ക്ഷേത്രവും ആർക്കും അമ്പരപ്പുളവാക്കുന്ന കാഴ്ചയാണ് നൽകുന്നത്. കേരളത്തിൽ പരശുരാമനാൽ സ്ഥാപിതമായ 108 ദുർഗാലയങ്ങളിൽ ഏറ്റവും വലുതും പുകൾപെറ്റതുമാണ് ഇരിങ്ങോൾക്കാവ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദേവിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് നിത്യഹരിത വനങ്ങൾ, ഉപദേവതകളായി നിലകൊള്ളുന്ന ജൈവ വൈവിധ്യങ്ങളുടെ ഒരു അവിസ്മരണീയ കലവറ. മനുഷ്യരുടേതായ യാതൊരു കൈകടത്തലുകൾക്കും നിന്നുകൊടുക്കാത്ത മനോഹരമായ നിബിഡവനം. എത്ര പറഞ്ഞാലും തീരാത്ത കഥകളും എത്ര വർണ്ണിച്ചാലും പുകഴ്ത്തിയാലും മതിവരാത്ത അത്ര സർവ്വ ഐശ്വര്യങ്ങളുടെ അക്ഷയ സമ്പത്താണ് ഇരിങ്ങോൾ വരും തലമുറകൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് താലൂക്കിൽ പെരുമ്പാവൂരിനും കുറുപ്പമ്പടിക്കും ഇടയിൽ ആലുവ മൂന്നാർ റോഡിൽ ഇരിങ്ങോൾ കാവുംപടി സ്റ്റോപ്പിൽ ഇറങ്ങി 1 കിലോമീറ്റർ പോയാൽ ഇരിങ്ങോൾ വനവും കാവും ദൃശ്യമാകും. പെരുമ്പാവൂരിൽ നിന്ന് 5 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 20 കിലോമീറ്ററും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 17 കിലോമീറ്ററുമാണ് ദൂരം. വനത്തിന് ചുറ്റും വിശാലമായ വഴികളുണ്ട്. 3 വശങ്ങളിൽ നിന്നും വനത്തിൽ പ്രവേശിക്കാം. നഗരം പൊടുന്നനെ കാടായി മാറുന്ന അത്ഭുത പ്രതിഭാസമാണ് തൊട്ടുമുന്നിൽ. വളർന്ന് പന്തലിച്ച മാമരക്കാടുകളും ഇടതൂർന്ന് വളർന്ന അടിക്കാടുകളും കൊണ്ട് സമ്പന്നമാണ് ഇവിടം. സഞ്ചാരികളെ മാത്രമല്ല, ജാതിമത വർഗഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാല മനസ്കതയുള്ള ഈ മാതൃക വനവും കാവും കാഴ്ചക്കാർക്ക് ഒരു അനുഭൂതി തന്നെയാണ്. ഏകദേശം 60 ഏക്കർ വരുന്ന സ്ഥലത്താണ് ഈ അനുഗ്രഹീത പൂങ്കാവനം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്നതും അപൂർവങ്ങളായ 49 ഇനം വൃക്ഷലതാദികളും വള്ളിപ്പടർപ്പുകളും 44 ഇനം പക്ഷികളും പതംഗജാലങ്ങളും ഉരകങ്ങളും ഉഭയജീവികളും 19 ഇനം ചിലന്തികളും 42 ഇനം പ്രാണികളും 5 തരം സസ്തനികളും എല്ലാം അടങ്ങുന്ന ഒരു അത്ഭുത ആവാസ വ്യവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. കേരളത്തിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ ഇരിങ്ങോൾക്കാവിൻ്റെ കാലപ്പഴക്കം കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും 2700 വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. കാവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്രപരമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടുമില്ല. ഇവിടുത്തെ ഓരോ മരങ്ങളിലും ദൈവാംശമുണ്ടെന്ന് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരങ്ങൾ മുറിക്കുകയോ താഴെ വീണ മരങ്ങൾ പോലും ഉപയോഗിക്കുകയോ ചെയ്യാറില്ല. വ്യത്യസ്തങ്ങളായ ത്രിമൂർത്തി ഭാവങ്ങളാണ് ഇരിങ്ങോൾക്കാവിലെ ദേവീ സങ്കല്പത്തിനുള്ളത്. രാവിലെ സരസ്വതി ഭാവവും ഉച്ചയ്ക്ക് വനദുർഗയും രാത്രി ഭദ്രകാളി ഭാവവുമാണുള്ളത്. മറ്റ് ക്ഷേത്രങ്ങളിലെ അപേക്ഷിച്ച് അല്പം വ്യത്യസ്തമാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ.
കാവിലെ പൂരത്തിന് പിടിയാനകളെയാണ് എഴുന്നള്ളിക്കാറ്. സുഗന്ധപുഷ്പങ്ങൾ ക്ഷേത്രത്തിൽ കയറ്റുകയോ അർച്ചിക്കുകയോ ചെയ്യാറില്ല. അതുപോലെ പുഷ്പങ്ങൾ ചൂടിയ സ്ത്രീകൾക്കും ക്ഷേത്ര ദർശനം അനുവദനീയമല്ല. കെട്ടുനിറ, രാമായണ പാരായണം, വിവാഹം തുടങ്ങിയ ചടങ്ങുകൾ ഇവിടെ നടത്താറില്ല. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വരാൻ കൊതിക്കുന്ന അനുഭൂതി, കാത്തുസൂക്ഷിക്കുവാൻ തക്ക വശ്യചാരിതയും കുളിർമയും നൽകി ഭക്തിസാന്ദ്രവും പവിത്രവുമായ ചുറ്റുപാടിൽ അനുഗ്രഹവർഷങ്ങൾ ചൊരിഞ്ഞ് മന്മയ മന്ത്രധ്വനികൾ മീട്ടുകയാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ശുദ്ധമായ ജീവശ്വാസവും അറിവും അനന്തമായ സുഖനിശ്വാസവും നൽകി അനുഗ്രഹിക്കുകയാണ് ഈ മാന്ത്രിക അടവിയും കാവും.